ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന 49-ൽ 32 ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അമേഠി നിലനിർത്താനും റായ്ബേലിയിൽ രാഹുൽ ഗാന്ധിയെ വീഴ്ത്താനും കഴിഞ്ഞാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി.ജെ.പി നെഹ്റു ഗാന്ധി കുടുംബത്തിന് മേൽ രാഷ്ട്രീയാധിപത്യം അരക്കിട്ടുറപ്പിക്കും. മഹാരാഷ്ട്രയിൽ മുന്നണി സമവാക്യത്തിലുണ്ടായ മാറ്റം എൻ.ഡി.എക്കും നിർണായകമാണ്. 5ാം ഘട്ടം പിന്നിടുന്നതോടെ 3ാം ഊഴത്തിന് മോദി കേവല ഭൂരിപക്ഷം പിടുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. 2019-ലെ ഫലം നോക്കിയാൽ 5ാം ഘട്ടത്തിൽ വിധി എഴുതുന്ന 49-ൽ 41 സീറ്റും എൻ.ഡി.എയുടെ അക്കൗണ്ടിലാണ്. ഇതിൽ 5 സീറ്റുകൾ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി ബി.ജെ.പി ജയിച്ചവയാണ്. ദുളൈ, ദിൻഡോറി, ലക്നൌ, ഹസാരിബാഗ്, മധുബനി. 2004 മുതൽ രാഹുൽ ഗാന്ധി തുടർച്ചയായി ജയിച്ച അമേഠിയിൽ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി ജയിന്റ് കില്ലറായി. അമേഠിയിൽ സ്മൃതി ഇറാനി തന്നെ വീണ്ടും അംഗത്തിന് ഇറങ്ങുന്നുണ്ട്. എതിരാളിയായി രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. സോണിയാഗാന്ധി 2 പതിറ്റാണ്ട് പ്രതിനിധീകരിച്ച റായ്ബേലിയിൽ രാഹുൽ ഗാന്ധിയെ നേരിടുന്നത് യു.പി. മന്ത്രി ദിനേശ് പ്രതാപ് സിംഗ് ആണ്. റായ്ബേലിയിലെ പോരാട്ടം ബി.ജെ.പിക്ക് അതികഠിനം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധി കളത്തിലിറങ്ങിയതോടെ സിറ്റിംഗ് സീറ്റുകളായ കൗശബിലിയും ഭണ്ടയിലും ബി.ജെ.പി വിയർക്കുന്നുണ്ട്. യു.പിയിലെ 14 സീറ്റിലും മോദി യോഗി ഡബിൾ എൻജിൻ എഫക്ട് തുണയ്ക്കുമെന്നാണ് കണക്കുകൂട്ടലും. ഇനി നോക്കുകയാണെങ്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിൽ ഹാട്രിക് വിജയം നേടി മത്സരിക്കുന്നുണ്ട്. ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമ ആരോപണത്തിലൂടെ വിവാദത്തിൽപ്പെട്ട് ബ്രിജ്ഭൂഷൺ സിംഗിന് പകരം മകൻ കിരൺ ഭൂഷ സിംഗ് ആണ് കൈസർഗഞ്ചിയിൽ ജനവിധി നേടുന്നത്. കൈസർഗഞ്ചിയിലെ പോരാട്ടത്തിന് തെരഞ്ഞെടുപ്പ് ജയപരാജയത്തിനപ്പുറം മാനങ്ങളുമുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ 13 സീറ്റിൽ കഴിഞ്ഞ തവണ 7 ശിവസേനയ്ക്കും 6 ബി.ജെ.പിക്കും ഒപ്പമായിരുന്നു. ഇത്തവണ എൻ.ഡി.എയിലെ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയം കൂടിയാണത്. സരാനിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡിയെയും ഹാജ്പൂരിൽ ചിരാഗ് പസ്വാനും മത്സരിക്കുന്നു. ഇത് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് ഇതെല്ലാം ഒരു തിരിച്ചടിയായി മാറുമെന്നാണ് മറ്റൊരു കണക്കുകൂട്ടൽ. കാരണം ഈ പലയിടത്തും ബി.ജെ.പിയിലെ വിഭാഗീയ ഭിന്നത തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഊന്നിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തു. അതായത് താനുമായി സംവാദത്തിന് തയ്യാറാവാത്തതിൽ വീണ്ടും വിമർശനവുമായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. അദാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾക്ക് എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ മോദിക്ക് സാധിക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അതാണ് സംവാദത്തിന് വരാൻ തയ്യാറാവാത്തതിന്റെ കാരണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് നിർത്താതെ അഭിമുഖങ്ങൾ നൽകുന്നുണ്ട്, അതായത് മോദി മീഡിയ ഒക്കെ. പക്ഷെ അദ്ദേഹം ഞാനുമായി സംവാദത്തിന് വരാൻ തയ്യാറാകുന്നില്ല. കാരണം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഈ അദാനി, അംബാനി എന്നിവരിൽ നിന്ന് കോൺഗ്രസിന് ധാരാളം പണം ലഭിക്കുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. അതാണ് പിന്നീട് ഈ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളൊക്കെ ഉയരാൻ കാരണമായതും വലിയ രീതിയിൽ കോൺഗ്രസിൽ ചർച്ചയായതും. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ റായ്ബേലിയിലെ കാര്യം, റായ്ബേലിയിലെയും അമേഠിയിലെയും കാര്യം. റായ്ബേലിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് ഒരു ഭയം അവിടെയുണ്ട്. കാരണം ഇത്തവണ രാഹുൽ ഗാന്ധിയാണ് അവിടെ നിൽക്കുന്നത്. അവിടെ വലിയൊരു ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയും പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുമെന്നാണ് എല്ലാവരും കാത്തിരുന്ന് നോക്കുന്നത്.